Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahirrahmanirrahim. Alhamdulillahi rabbil alameen. Assalatu wassalamu ala ashrafil anbiya'i wal mursalin. Nabiyyina Muhammadin sallallahu alayhi wa sallam wa ala alihi wa ashabihi ajma'in. Amma ba'd. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما رب يسر ولا تعسر وتمم بالخير. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. സൂറത്തുൽ നാസ് മുതൽ സൂറത്തുൽ അസ്ർ വരെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമസ്കാരത്തിലായാലും അല്ലാതെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടിട്ടുള്ള പാഠങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അപ്ലൈ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ ആ ഇൽമുകളൊക്കെ അമലിലേക്ക് എത്തുമ്പോൾ നമ്മൾ അത് പൂർണ്ണമായിട്ടും എത്താത്തവരായിട്ട് അല്ലേ, ആ അമൽ ഹിദായത്ത് തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് കിട്ടാത്തത് പോലെ നമുക്ക് തോന്നാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാവർക്കും ഹിദായത്ത് അമലി അല്ലെങ്കിൽ ഹിദായത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തുൽ അസ്റിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നഷ്ടകാരികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സൂറത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് അവർ എന്തുകൊണ്ടാണ് അവരങ്ങനെ നഷ്ടകാരികളാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ തകാസുറിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാൻ പോകുന്ന സൂറത്താണ് സൂറത്തുൽ തകാസുർ. 8 ആയത്തുകളാണുള്ളത്. മക്കയിൽ അവതരിച്ചതാണ്. സൂറത്തുൽ കൗസറിന് ശേഷമാണ് സൂറത്തുൽ തകാസുർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നത്. 28 വാക്കുകളും 120 ഹുറൂഫുകളുമാണ് സൂറത്തുൽ തകാസുർ എന്നുള്ളത്. ഈ ഒരു സൂറത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർ ദുനിയാവിന് വേണ്ടിയിട്ട് ഓടുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും അവരുടെ അവസാനം അല്ലെങ്കിൽ അവർ റിയാലിറ്റി എങ്ങനെയാണ് അവർ ഫേസ് ചെയ്യുക എന്നുള്ളതും സുബ്ഹാനഹു വതആല ഈ ഒരു സൂറത്തിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള നമുക്ക് എപ്പോഴും ഈ ആയത്തുകൾ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന നിമിഷം വരെ ഈ ഒരു ആയത്ത് നമ്മൾ ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമുക്ക് പിന്നെ ഒന്നും വേണ്ടി വരില്ല. അങ്ങനെ ഡീപ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ ആയത്തുകളിലൂടെ നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് ഈ സൂറത്തിൻ്റെ മറ്റ് നാമങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായിട്ട് സൂറത്തുൽ തകാസുർ, രണ്ടാമതായിട്ട് സൂറത്ത് അൽഹാക്കും. ഈ സൂറ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അൽഹാക്കും തകാസുർ. മൂന്നാമതായിട്ട് സൂറത്തുൽ മഖ്ബറ. അതിൽ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറയുന്നുണ്ട്. മഖാബിർ എന്ന് പറഞ്ഞാൽ ഖബറിസ്ഥാനുകൾ, ഖബറുകൾ. അപ്പോൾ മഖ്ബറ എന്ന് പറഞ്ഞാൽ ഒരു ഖബർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂറത്തുൽ മഖ്ബറ എന്നും ഈ സൂറയ്ക്ക് പേരുണ്ട്. അതുപോലെ ഈ സൂറ പ്ലേസ് ചെയ്തിട്ടുള്ളത് സൂറത്തു സൽസല, അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ആദിയാത്ത്, പിന്നെ സൂറത്തുൽ ഖാരിഅ, പിന്നെ സൂറത്തുൽ തകാസുർ. അപ്പോൾ സൂറത്തു സൽസല ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കറിയാം അല്ലേ, പ്രകമ്പനം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കറിയാം അത് പരലോകത്തിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ വിധി നിർണയ രാവിനെ കുറിച്ച് അവസാന ദിനം, അതായത് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. അല്ല ആദിയാത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ദുനിയാവിലെ കാര്യങ്ങൾ എന്താണ് പറയുക, മനുഷ്യന്മാർ എന്താണ് പറയുക, ഈ ദുനിയാവിൻ്റെ കാര്യത്തിൽ കുടുങ്ങി കിടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സമ്പത്തിനോട് വളരെയധികം സ്നേഹം കാണിക്കുന്നു എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ആദിയാത്തിലൂടെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും വരുന്ന സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അതിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എന്താണ് പറയുക, പരലോകത്തിനെ കുറിച്ചിട്ട് എന്താണ് ഗൗരവ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന സൂറത്താണ് സൂറത്തുൽ തകാസുർ. അപ്പം എന്താണ് പരലോകം ദുനിയാവ്, പരലോകം ദുനിയാവ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ സൂറത്തുൽ തകാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവ്, മനുഷ്യനും ദുനിയാവും എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോന്നും പ്ലേസ് ചെയ്യുന്നതിൽ വരെ അത്രയ്ക്കും ബ്യൂട്ടി ഉണ്ട്
നമുക്ക് ഇത് നമ്മളിങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മൾ ഭയങ്കര നമുക്ക് അതിശയം തോന്നും. എങ്ങനെയാണ് ഇത്രയും പ്രോപ്പറായിട്ട് അള്ളാഹു ഓരോന്നും കറക്റ്റ് പ്ലേസ് ചെയ്തത്? സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഓരോ വാക്കുകളിലും ഓരോ അക്ഷരങ്ങളിലും ഓരോ ഹർക്കത്തുകളിലും എത്രത്തോളം അർത്ഥമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളൊക്കെ ആ ലെവലിൽ ഖുർആൻ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൽ നിന്നും ഓരോ ഹർക്കത്തിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇജ്അൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വദഹാബ ഹമ്മി വജലാ ഹസ്നി. സുബ്ഹാനല്ലാഹ്. അത്രയും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു ദുആ ആണ്. നമുക്ക് ഖുർആൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വസന്തമായാൽ അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതിലും വലുതായിട്ട് പിന്നെ എന്താണ്? അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു സൂറത്തിൻ്റെ സബബ് നോക്കാം, അസ്ബാബ് നുസൂൽ നോക്കാം. അപ്പോൾ ഇത് ആക്ച്വലി പറയുന്നത് മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചതാണ് എന്നാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മക്കയിൽ 2 ഗോത്രങ്ങളുണ്ടായിരുന്നു, ബനി സഹമും അതുപോലെ തന്നെ ബനി അബ്ദു മനാഫും. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. അവർക്ക് എന്ത് കിട്ടിയാലും അവരെക്കാളും കൂടുതൽ മറ്റാൾക്ക് കിട്ടണം, അതായത് മറ്റാളെക്കാളും കൂടുതൽ തനിക്ക് കിട്ടണം എന്നുള്ള ചിന്തയായിരുന്നു ഈ 2 ട്രൈബുകൾക്കും, 2 എന്താണ് പറയുക ഗോത്രങ്ങൾക്കും. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇങ്ങനെ പെരുമ നടിക്കും, എനിക്കതുണ്ട് എനിക്കിതുണ്ട്. അങ്ങനെ അവർ അവസാനം അവരുടെ കബറുകളിൽ പോയിട്ട് വരെ ഞങ്ങൾക്ക് ഇത്ര ആളുകളുണ്ടായിരുന്നു, ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇത്രയൊക്കെയാണ്, ഇതായിരുന്നു ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ. അങ്ങനെ എന്താണ് പറയുക, അതിൽ എന്താ പറയുക കോമ്പറ്റീഷൻ, എല്ലാത്തിലും കോമ്പറ്റീഷനായിട്ട് എന്താണ് നടക്കുന്ന ആളുകളായിരുന്നു ഈ ബനി സഹം അതുപോലെ തന്നെ ബനി അബ്ദു മനാഫ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് അതിനെതിരായിട്ട് എന്താണ് കാണിച്ചു കൊടുക്കുകയാണെന്ത്, ഇതൊന്നല്ല യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അൽഹാക്കും തകാസുർ, നിങ്ങൾ പരസ്പരം പെരുമ നടിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന്? സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് ഒരു റീസൺ എന്ന് പറഞ്ഞത്. പിന്നെ മദീനയിലായിട്ടുള്ള സമയത്തും ഔസ് ഖസ്റജ് എന്ന് പറഞ്ഞ 2 ഗോത്രങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ? അവരും എന്താണ് ഇതുപോലെ തന്നെ പരസ്പരം പെരുമ നടിക്കാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ടും ഇറങ്ങിയതാണ് ഈ ഒരു സൂറത്ത് എന്ന് പറയപ്പെടുന്നു. വല്ലാഹു അലം. എന്തായാലും നമുക്ക് ഈ ഒരു സൂറയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ഈ ലോകത്തെ കോമ്പറ്റീഷനിലൂടെ നമ്മൾ ആകെ മുഴുകിയിട്ട് നമ്മളുടെ പരലോകം മറക്കരുത് എന്നുള്ളൊരു വലിയൊരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സൂറയിലൂടെ നൽകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് മുമ്പായിട്ട് ഈ സൂറത്തും അതിന് മുമ്പുള്ള സൂറത്തും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മൾ സൂറത്തുൽ അസ്റും സൂറത്തുൽ കാഫിറും നമ്മൾ കണക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിന് മുമ്പുള്ള സൂറത്താണ് സൂറത്തുൽ ഖാരിഅ അല്ലേ? അപ്പോൾ സൂറത്തുൽ ഖാരിഅയും സൂറത്തുൽ അൽഹാക്കും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് സൂറത്ത് അൽഹാക്കും എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ്, നിങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ. അൽ ഖാരിഅൻ്റെ അർത്ഥം എന്താണ്? ഘോര സംഭവം, ഒരു ഡിസ്ട്രക്ഷൻ അല്ലെ? ആകെ ഒരു നശീകരണമാണ് നമുക്ക് സത്യം പറഞ്ഞാൽ സൂറത്തുൽ ഖാരിഅയിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഈ അൽ ഖാരിഅ ആരാണ്, ഈ ഡിസ്ട്രക്ഷൻ ആരെയാണ് ബാധിക്കുക? ദോസ് ഹു ആർ അൽഹാക്ക്, അതായത് ആരൊക്കെയാണോ അശ്രദ്ധയിലായിരിക്കുന്നത് അവർക്കാണ് ഈ ഒരു ഘോര സംഭവം ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുക. നല്ല വ്യക്തികൾക്ക് നമുക്കറിയാം സദ്ക്കാണ്, പക്ഷെ അൽ ഖാരിഅ ആ ഒരു എന്താണ് ദിവസത്തിൻ്റെ ഭയാനകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാധിക്കുന്നത് ആർക്കാണ്? ഈ ലോകത്ത് അശ്രദ്ധയിലായിട്ടുള്ള ആളുകൾക്ക്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അൽ ഖാരിഅ എന്നുള്ള സൂറത്തൊരു റിമൈൻഡറാണ്. നിങ്ങൾ അൽഹാക്കും ആയാൽ, അശ്രദ്ധയിലായാൽ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഭയാനകരമായിട്ടുള്ള ദിവസമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഈ 2 സൂറകളിലും സെൻട്രൽ മെസ്സേജ് അൽ ഖാരിഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ അമലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫമൻ യഅമൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഫഅമ്മാ മൻ ثقلت موازينه فهو في عيشة راضية എന്ന് പറയുന്നുണ്ട്. وأما من خفت موازينه فأمه هاوية. സുബ്ഹാനല്ലാഹ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളടുത്ത് നമ്മളുടെ അമലുകൾ തൂക്കുന്ന കാര്യം ഒക്കെ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ സൂറത്തുൽ കാഫിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ് എന്നുള്ള വാക്ക് പല സമയത്തായിട്ടും എന്താണ് പറയുന്നുണ്ട് അല്ലേ? ഇൽമുൽ യഖീൻ എന്ന് പറയുന്നുണ്ട്. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അവിടെയൊക്കെ എന്താണ്
അയൽമ എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സൂറത്തുൽ ഖാരിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ സൂറത്തുൽ കാഫിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അയൽമിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അല്ലാഹു പറയണേ, നിങ്ങൾക്ക് എന്താണ് പറയുക, ഞാൻ അയൽമ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആകരുത്. ഇൻസ്റ്റഡ് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ അമൽ സ്വാലിഹാത്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ മനുഷ്യരെന്താണ്, അവർ കിട്ടിയിട്ടുള്ള നോളജ് ഒന്നും നോക്കാതെ അതിൽ നിന്നൊക്കെ അശ്രദ്ധയിലായിട്ട് എന്താണ് അമൽ സ്വാലിഹാത്തുകളൊന്നും ചെയ്യാണ്ട് അവർ ഈ ഒരു ഭൂമിയിലുള്ള ഈ തകാസുറിൽ ആകെ അശ്രദ്ധയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ അൽ ഖാരിഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവും നരകമൊക്കെ പറയുന്നത് അല്ലേ. സൂറത്തുൽ തകാസുറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുക, എങ്ങനെയുള്ള ആളുകളാണ് നരകത്തിലേക്ക് പോകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സൂറത്തുൽ ഖാരിഅയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് നാറുൻ ഹാമിയ അല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ സൂറത്തുൽ തകാസുറിലും എന്താണ് പറയുക, ഈ ഹാമിയിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു, അൽഹാക്കും, അവരുടെ അശ്രദ്ധയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഓരോ ആയത്തുകളും അത്രയും കണക്റ്റഡ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഖുർആനിലെ ഓരോ വാക്കുകളും ഒരു മാലയിലെ മുത്തുപോലെയാണ്, ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റഡ് ആണ്. പക്ഷെ നമുക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പണ്ടൊക്കെ നമുക്ക് തോന്നിയിരുന്നത് എന്താ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഇപ്പം നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കുറച്ചൊക്കെ അല്ലേ. ഇനി അടുത്തൊരു കണക്ഷൻ എന്ന് പറഞ്ഞത് സൂറത്തുൽ ഖാരിയയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. അതായത് ഫമൻ യഅമൽ, ആര് ചെയ്തുവോ, അല്ലെങ്കിൽ ഫഹുവ ഫി, അവനാകുന്നു, അങ്ങനെ എന്താണ് ഏതോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തേർഡ് പേഴ്സണിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സൂറത്തുൽ തകാസുറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ്ലി അൽഹാക്കുമുത് തകാസുർ കല്ലാ സൗഫ തഅലമൂൻ ലതറവുന്നൽ ജഹീം, അങ്ങനെ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് ഡയറക്റ്റ്ലി നീ എന്ന് പറയുമ്പോൾ, ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ വന്നിട്ട് പറയാണ്, ആർക്കൊക്കെയാണോ മാർക്ക് സ്കോർ ചെയ്യുന്നത് വളരെ കുറവാകുന്നത് അവരെ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറ്റി വെക്കും, നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇനി കയറാൻ പറ്റൂല, നിങ്ങൾക്ക് എന്താണ് പറയുക വലിയൊരു പണിഷ്മെൻറ്റും ഉണ്ട് എന്ന് പറയും. അപ്പം നമ്മളിങ്ങനെ കൂളായിട്ട് ഏതോ ഒരാളെ കുറിച്ചിട്ടല്ലേ പറയുന്നത്, എന്നിട്ട് നമ്മളെ ഫേസ് നോക്കിയിട്ട് നിന്നോടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മളപ്പം പേടിക്കും അല്ലേ. അതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖാരിഅ കഴിഞ്ഞിട്ട് സൂറത്ത് അൽഹാക്കുമുത് തകാസുർ വെക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മളിത് എന്താണ് ആയത്തുകളിങ്ങനെ കേട്ട് പോവുകയാണ്, നമുക്ക് ഈ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സത്യമായിട്ടും നമ്മൾ അവിടെ കോരിത്തരിച്ചു പോകും. നമുക്ക് അതിനുള്ളൊരു എന്താണ് പറയുക ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ആമീൻ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നാറുൻ ഹാമിയ എന്ന് പറഞ്ഞിട്ട് അൽഹാക്കുമുത് തകാസുർ, നീ പരസ്പരം പെരുമ നടിക്കുന്നത് എന്നെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ നരകം കണ്ണിൽ കാണണം. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ആയത്തുകളൊക്കെ പ്ലേസ് ചെയ്ത് തന്നിട്ടുള്ളത്. നമുക്കതൊക്കെ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് ആയത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഷെയ്ത്താൻ്റെ എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹുവിൻ്റെ അടുത്ത് ശരണം തേടുക. കാരണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ നമ്മൾ ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. നമ്മൾ ദീന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എന്താണ് ഷെയ്ത്താന് നമ്മളെ പല രീതിയിലും, നിനക്കൊരുപാട് അറിയാലോ, നീ ഇതൊക്കെ പഠിച്ചതാണല്ലോ, അങ്ങനത്തെ പല ചിന്തകളും കൊണ്ടുവരും അല്ലേ. അല്ലെങ്കിൽ ഇതൊക്കെ എന്താ കുറേ പഠിച്ചിട്ട് ഇതൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെ അല്ലേ, അല്ലെങ്കിൽ നീ പറയുക മറ്റുള്ളവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആളല്ലേ, ഇപ്പം നീ ഭയങ്കര സംഭവമാണ്, അങ്ങനത്തെ ചിന്തകളൊക്കെ ഷെയ്ത്താൻ നമ്മൾ എടുത്ത് കൊണ്ട് തരും അല്ലേ. അപ്പം നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റില്ല, എക്സെപ്റ്റ് അള്ളാഹ്ക്ക് മാത്രം നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ തരാൻ പറ്റുള്ളൂ. അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദറൂൻ. നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു പ്രാർത്ഥനയാണ് ഷെയ്ത്താൻ്റെ ടച്ചിങ്ങിൽ നിന്ന്. ഷെയ്ത്താൻ നമ്മളെ പല രീതിയിലും ടച്ച് ചെയ്യും, നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലേ. അപ്പം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് ഷെയ്ത്താനിൽ നിന്നും പ്രൊട്ടക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ റഹ്മാൻ റഹീമായിട്ടുള്ള റബ്ബിൻ്റെ നാമം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. ഒന്നാമത്തെ ആയത്ത് അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കുക എന്ന കാര്യം നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹ എന്ന് പറഞ്ഞാൽ
യഥാർത്ഥത്തിൽ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലാണ്. അൽഹ യുൻഹി ഇൽഹ എന്ന് പറയും. നിങ്ങൾ ലഹു എന്ന് കേട്ടിട്ടുണ്ടാകും. ലഹു എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ്, അതായത് നമ്മൾ ഉല്ലാസത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്നുള്ള അർത്ഥമാണ് ലഹ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹാക്കും എന്ന് പറയുമ്പോൾ നീ അശ്രദ്ധയിലായിരിക്കും, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം നിങ്ങൾ ഓൾറെഡി അശ്രദ്ധയിലാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാം, ഞാൻ എന്ത് കാര്യത്തിലാണ് അശ്രദ്ധയിലായിരിക്കുന്നത്? റബ്ബിനെ കുറിച്ചുള്ള ദിക്റിൽ നിന്നും എന്താണ് എന്നെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അപ്പോൾ അൽഹാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൽഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം എന്താണ് ഭയങ്കരമായിട്ട് ബിസിയാക്കി, പക്ഷെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഉണ്ടായിട്ട് പോലും നിങ്ങളെ ബിസിയാക്കി വെക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ മുഴുകുന്നതിനാണ് അൽഹ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഒറ്റ കാഫിർ എന്ന് പറഞ്ഞാലോ കോമ്പീറ്റ് ചെയ്യുക, അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാക്കാണ് കെഫീർ അല്ലേ, ഒരുപാട് ധാരാളം എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം എന്താണ് നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കാണ് ധാരാളം ഉള്ളത് എന്ന് നോക്കുന്ന ഒരു കോമ്പറ്റീഷൻ. ഇൻഷാ അല്ലാഹ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതിനു മുമ്പ് നമുക്ക് ഒരായത്ത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരായത്താണ്, സുബ്ഹാനല്ലാഹ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഒരായത്താണ്. ഇഅ്ലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഅബുൻ വലഹു. ഇഅ്ലമു നിങ്ങൾ അറിയുക, അന്നമ നിശ്ചയമായും ആകുന്നു, അൽ ഹയാത്തുദ് ദുനിയ അതായത് ഈ ഭൂമിയിലുള്ള ജീവിതം എന്താണ്, ലഅബുൻ വലഹു. ലഅബ് എന്ന് പറഞ്ഞാൽ കളി, നമുക്കറിയാം ലഅബ് എന്നൊക്കെ പറഞ്ഞാൽ ടോയ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ലഅബ് എന്ന് പറഞ്ഞാൽ കളിക്കാം. അപ്പം ലഅബുൻ വലഹു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലഅബ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഗെയിംസ് കളിച്ചിട്ട് അല്ലെങ്കിൽ വെറുതെ കളികൾ കളിച്ചിട്ട്, നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരുപാട് വീഡിയോ ഗെയിംസ് അല്ലേ, ഫോണിൽ തന്നെ ഇഷ്ടം പോലെ ഗെയിംസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യാനില്ല, ബോറടിക്കുന്നുണ്ട്, കുറച്ച് നേരം ഗെയിം കളിക്കട്ടെ എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ നമ്മളെന്താണ് ഈ ലോകത്തിലെ ലൈവിൽ മുഴുകി പോവുകയാണ്. വെറുതെ കംപ്ലീറ്റ്ലി വേസ്റ്റ് ഓഫ് ടൈമാണ്, ഒരു യൂസും ഇല്ല സത്യം പറഞ്ഞാൽ. ഇനി ലഹു എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫറൻസ് ഉണ്ട്. അതായത് ലൈവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്താണ് പറയുക, കളിക്കുക, ഫുള്ള് കളിക്കുക, നമ്മളുടെ സമയം മുഴുവനായിട്ട് നമ്മൾ എന്താണ് വേസ്റ്റ് ചെയ്യാം. ലഹു എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ ഉപകാരമുള്ള എന്തെങ്കിലും ചെറിയ ബെനിഫിറ്റൊക്കെ ഉണ്ടാകും, പക്ഷെ അറ്റ് എക്സ്പെൻസ് ഓഫ് സംതിങ് വിച്ച് ഈസ് മോർ യൂസ്ഫുൾ. അതിലേറെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള, അതിലേറെ നല്ലതായിട്ടുള്ള ഒരു കാര്യത്തിനേക്കാളും എന്താണ് കൂടുതൽ നമ്മളെന്താണ് ഈ കുറച്ച് ഇമ്പോർട്ടൻസിൽ ഒരു കാര്യം ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട് 8 മണിക്ക്. അതേപോലെ തന്നെ നമുക്ക് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. നമ്മൾ ഏതാ പോയിട്ട് ചൂസ് ചെയ്യുക, ഉറപ്പായിട്ടും നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക് പോവാം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നമ്മൾ മനുഷ്യരെങ്ങനെയാണ്, നമ്മൾ ആ മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് നമ്മളെന്താകും, നമുക്ക് ഗ്രോസറി ഐറ്റംസ് സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ പോകും. അതാണ് ഉപകാരം ഉണ്ടെങ്കിൽ പോലും അതിലേറെ ഉപകാരമുള്ള ഒന്നിനെ മാറ്റി വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയായിട്ടുള്ള മീറ്റിങ്ങിലെ നമസ്കാരത്തിൻ്റെ സമയം നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും നമ്മളെല്ലാവരും അതിലെ ശ്രദ്ധയിൽ തന്നെയാണ്. കാരണം അവ്വൽ വക്തിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹവും ഇഷ്ടം നിയ്യത്തൊക്കെ. പക്ഷേ നമ്മൾ ആ ബാങ്ക് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ചുറ്റുപാട് വന്നിട്ട് നമ്മളെന്താകും, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കും അല്ലേ. നമ്മളെല്ലാവരും ഭൂരിഭാഗം സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആണുങ്ങൾക്ക് മോസ്റ്റ്ലി പള്ളി ഉണ്ടാകും, അപ്പോൾ അവർ എന്താണ് പള്ളിയിലേക്കെങ്കിലും അവരെങ്ങനെയെങ്കിലും ഇതാക്കും. നമ്മൾക്ക് എന്തായാലും സമയം ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചുണ്ട് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ലഹു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടാകുള്ളൂ, പക്ഷെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിന് നമ്മൾ വേണ്ടാന്ന് വെക്കുന്നതെന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ ലൈബ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൈകാലുകൾ കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ലഹു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വീഡിയോസൊക്കെ, അതായത് എന്താണ് വാച്ച് ചെയ്യാം, മറ്റൊരു നമ്മൾ ഗെയിം കളിക്കുകയാണ്, ഇവിടെ നമ്മൾ വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഫോണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം എടുക്കാൻ വേണ്ടി പോയി, അപ്പോൾ നമ്മൾ പെട്ടെന്ന് വേറെ എന്തോ ഒരു പോപ്പപ്പ് കണ്ടു, അത് നെക്കി. അപ്പോൾ നമ്മൾ ഇത് എനിക്ക് കുറച്ച് ഉപകാരമുള്ളൊരു കാര്യം തന്നെയാണല്ലോ, അപ്പോൾ നമ്മൾ അത് നോക്കും, പിന്നെ അടുത്തതിലേക്ക് നോക്കും. അങ്ങനെ നമ്മളുടെ ടൈം നമ്മളവിടെ കളഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പുറത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ നമുക്ക് സ്ഥിരം വരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ
എന്താ പറയുക, ഒരു ന്യൂസിൻ്റെ ഒരു ഹെഡ്ലൈൻ കണ്ടു. ന്യൂസിൻ്റെ ഹെഡ്ലൈൻസിന് നമുക്കറിയാം ഭയങ്കര എന്താണ് പറയുക, നമ്മളെ ആകർഷിക്കുന്ന രീതിയിലാണ് അവർ ഹെഡ്ലൈൻസ് കൊടുക്കുക. നമ്മൾ തഫ്സീറിൻ്റെ എന്തെങ്കിലും ഒരു പോർഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരിക്കും, പക്ഷേ ആ ഹെഡ്ലൈൻ കാണുമ്പോൾ നമ്മൾ ആ ന്യൂസ് നോക്കും, ഇത് ഞാൻ അറിയേണ്ടത് തന്നെ ആണല്ലോ എന്ന് ശൈത്താൻ നമ്മളെ മനസ്സിൽ പറഞ്ഞു തരും അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ മുകളിൽ നമ്മൾ വെച്ചാൽ മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ. അതായത് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും നമ്മൾ അശ്രദ്ധയിലാക്കരുത്. നമ്മളുടെ പ്രയോറിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ള സുബ്ഹാനല്ലാഹ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് ആലോചിച്ചോക്കാം. അള്ളാഹു നമ്മളെ ടൈം മാനേജ്മെൻറ്റ്, നമ്മളുടെ പ്ലാനിങ് ഒക്കെ സുബ്ഹാനല്ലാഹ് ഈ ഒരു ആയത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളുടെ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി ഇപ്പം നമസ്കാരത്തിന് സമയമായാൽ വേറെ ഒന്നും നമ്മളെന്താണ് ആ സമയത്തേക്ക് വെക്കാൻ പാടില്ല അല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ നമ്മളോട് ഓർമ്മപ്പെടുത്തണത് നമ്മളെ ഒരു ഗ്രേറ്റർ ഗോൾ ഉണ്ട്. നമ്മളുടെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് എത്തുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിന്നും സത്യം പറഞ്ഞാൽ ഈ തകാസുർ നമ്മളെ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നിട്ട് പറയുന്നുണ്ട് അതിന് ശേഷമുള്ള ആയത്തിലൂടെ നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഏതുവരെയാണ് നിങ്ങൾ ഖബറിൽ എത്തുന്നത് വരെ നിങ്ങളിതിങ്ങനെ പെരുമ നടിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ സമ്പത്തിൻ്റെ പിന്നാലെ, സന്താനങ്ങളുടെ പിന്നാലെ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ലാ തുൽഹീക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനവും അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ അല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളുടെ മെയിൻ പ്രശ്നം നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ച് നമ്മുടെ വീടിനുള്ളിലാണ്. നമ്മുടെ ഭർത്താവ് ഉണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും, മാതാപിതാക്കളുണ്ടാകും അല്ലേ. അപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ എൻ്റെ വലിയ കൺസേൺ ആണ് എന്ന് നമ്മൾ വിചാരിക്കും എന്നിട്ട് നമ്മൾ അതിൽ മുഴുകിപ്പോകും. അതാണ് നമ്മൾ അശ്രദ്ധയിലാക്കുക എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യത്തിലായാലും എൻ്റെ കുട്ടിക്ക് അത് കിട്ടണം, അവരുടെ കുട്ടിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കുട്ടിക്ക് അതിലേറെ ബെറ്റർ ആയിട്ടുള്ളത് കിട്ടണം. അങ്ങനെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധയിലാകുക, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധയിലായിരിക്കുക. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ ഈ ആയത്തിനെ മനസ്സിലാക്കാനും അത് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും അള്ളാഹു സുബ്ഹാനഹു വതആല എളുപ്പം നൽകട്ടെ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാം, നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ എന്താണ് പറയുക, നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തികാഫിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കും. പെരുമ നടിക്കുക എന്നുള്ളതിൽ നിങ്ങൾ മുഴുകിക്കൊണ്ടേയിരിക്കും എന്ന് പറയാം. സുബ്ഹാനല്ലാഹ്. ഇത്തികാഫ് എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങൾ പറയുന്നുണ്ട്. ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, കെഫീർ എന്ന് പറഞ്ഞാൽ ധാരാളം അല്ലേ. നമ്മൾ കൗസറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇത്തികാഫ് എന്ന് പറഞ്ഞാൽ തഫാഉൽ എന്നുള്ള ഫോമിലാണ്. അതായത് തഫാഉൽ എന്ന് പറയുമ്പോൾ രണ്ടാളുകളുണ്ടാകും. അപ്പോൾ രണ്ടാളുകളുണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകും, അവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകും. എന്തിൻ്റെ കാര്യത്തിലാണ് കോമ്പറ്റീഷൻ? അതായത് എനിക്ക് കൂടുതൽ മറ്റു വ്യക്തിനേക്കാളും ഉണ്ടാകണം. അതാണ് തകാസുർ. പെരുമ നടിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, എനിക്ക് നിന്നെക്കാളുണ്ടല്ലോ, എനിക്ക് അതുണ്ടല്ലോ എന്ന് പറയുന്നതിനാണ് ആ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ 3 രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ അർത്ഥം തകാസുർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആഗ്രഹിക്കാം. നമുക്കൊന്ന് കിട്ടി, അപ്പം അതിലേറെ അപ്പുറത്ത് ഞാൻ അതും കൂടെ കിട്ടിയെങ്കിൽ നന്നായിരുന്നു. പിന്നെ അത് വാങ്ങിച്ച് കുറച്ച് കഴിയുമ്പം ഇതിലേക്ക് ഇപ്പം നമ്മളൊരു വീട് എന്താണ്, നമ്മൾക്കൊരു വീടുണ്ടായി അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് സോഫ വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിട്ട് ഈ സോഫ കുറച്ച് പഴയതായിട്ടുണ്ട്, എല്ലാവരും നല്ലൊരു സോഫ വെക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക, ഒരു നല്ല ഭംഗിയുള്ളൊരു ക്ലോക്ക് വെച്ചാൽ കുറച്ചും കൂടി രസമായിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് ഈ ഒരു ടേബിളിന് മുകളിൽ വെച്ച രസമായിരിക്കും. അങ്ങനെ നമ്മൾ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അങ്ങനെ നമ്മൾ സ്ത്രീകളുടെ ഒരു ചിന്താഗതി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കിച്ചൺ ഡെക്കറേറ്റ് ചെയ്യുക, നമ്മളുടെ വീട് ഡെക്കറേറ്റ് ചെയ്യുക, അത് വീണ്ടും കുറച്ചും കൂടെ ബെറ്റർ ആക്കുക, കുറച്ചും കൂടെ ഭംഗിയുള്ളതാക്കുക. ഇതിങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു ചിന്ത സത്യം പറഞ്ഞാൽ നമ്മളെന്താണ്, അതൊക്കെ നല്ലതൊക്കെ തന്നെ ആണെങ്കിൽ പോലും ആ ചിന്ത നമ്മളെ എന്താണ് അശ്രദ്ധയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് അറിയുന്നില്ല അല്ലേ. അത് ദിക്റില്ല, അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് നമ്മളത് മറപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വീട് ഡെക്കറേറ്റ് ആക്കുന്നത് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനിടയിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ നമ്മൾ പറയുമോ? ഇല്ല, നമ്മളത് മറന്നു പോകും. അതാണ് ഒരർത്ഥമായിട്ട് പറയുന്നത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് തന്നെ ഉണ്ട് അല്ലേ. അതായത് ആദം സന്തതികൾക്ക് ഒരു എന്താണ് ഉഹുദ് മലയോളം സ്വർണം നൽകിയാലും അതുപോലെ വേറൊരു മല പോലെ അത് സ്വർണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആദം സന്തതി ആഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതുവരെ? അവൻ്റെ വായിൽ മണ്ണ് വരുന്നത് വരെ, അതായത് അവൻ മരിക്കുന്നത് വരെ അവന് ഈ ഒരു
ആഗ്രഹത്തിലായിരിക്കും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? നമ്മൾ നമ്മളുടെ ഈ ഒരു ആഗ്രഹം ഇനിയും വേണം, അല്ലെങ്കിൽ ഇത്തിരിയും കൂടെ കിട്ടിയ നന്നായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം നമ്മൾ ലീവ് ചെയ്യാന്നുണ്ടെങ്കിൽ, അതിൽ നമ്മൾ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിലേറെ ബെറ്റർ ആയിട്ടുള്ളത് തരും അല്ലേ. നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ഒഴിവാക്കിയാൽ അള്ളാഹു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നമുക്കത് നമ്മൾ ഭയങ്കര സംതൃപ്തിയായിരിക്കും. അങ്ങനത്തെ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു നമുക്ക് നൽകും. മാത്രമല്ല അതിനുള്ള പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു പ്രതിഫലമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മുമ്പുള്ള സൂറത്തിലൂടെ പറയുന്നല്ലോ, ഫഹുവ ഫീ ഐശത്തിർ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്താണ് നമ്മൾ സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. തിന്ന് 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 നമ്മൾ അവസാനം പറയും, ഹസ്ബി അള്ളാ, മതി മതി റബ്ബേ, ഇത് മതി, എനിക്ക് ധാരാളമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കല്ലേ, എന്ത് രസമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തിന്ന് 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 നമ്മൾ അവസാനം എനിക്ക് മതി റബ്ബേ, എനിക്ക് മതിയായിരിക്കണം നമ്മൾ പറയുന്ന ഒരവസ്ഥ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ സന്തോഷിക്കാം. ഇപ്പം എനിക്കിവിടെ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നൽകും. നമ്മളിപ്പോൾ പല ആളുകളുടെ സ്റ്റാറ്റസ് കാണുമ്പോൾ എനിക്കതില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബ് എനിക്ക് ഇത് നാളെ ഇതിലേറെ ബെറ്റർ ആയിട്ടുള്ളത് അവിടെ തരും എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ തോട്ട്സിനെ നമ്മൾ മാറ്റിയെടുക്കണം. ഇൻഷാ അല്ലാഹ്, അള്ളാഹു നമുക്ക് എളുപ്പം നൽകട്ടെ. രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോമ്പീറ്റിംഗ് വിത്ത് അതേഴ്സ് ഇൻ ഗെറ്റിംഗ് എ ലോട്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു വീടുണ്ടായി, അപ്പുറത്തെ ആൾക്ക് അതിലേറെ വലിയ വീടുണ്ടായി. അല്ലെങ്കിൽ വലിയ വീട് നമ്മൾ പറയേണ്ടത്, വീട് നമ്മൾ പെട്ടെന്ന് മാറ്റുന്നില്ല. ഇപ്പം നമ്മളുടെ വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി എന്താ പറയുക, ഒരു മിക്സി അല്ലെങ്കിൽ മിക്സ് ജാർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അപ്പുറത്തെ ആൾക്ക് അതിലേറെ ഫെസിലിറ്റീസ് ഉള്ള, അതിലേറെ ഭയങ്കര ഈസി ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഒരു വാഷിംഗ് മെഷീൻ കിട്ടിയെന്നായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിലാവും എനിക്കത് കിട്ടിയിരുന്നെങ്കിലും. അപ്പോൾ നമ്മൾ എന്താക്കും, ഇപ്പോൾ പൈസ ഉള്ള ഒരാളെ നോക്കുകയാണെങ്കിൽ കേട്ടോ, പൈസ ഇല്ലാത്ത ആളുകളെ കുറിച്ച് നമുക്ക് അറിയില്ല, അവരെങ്ങനെയൊക്കെയാണെന്നവ ഓരോരുത്തർ പല രീതിയിലായിരിക്കും അല്ലേ. അപ്പം എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ഭർത്താക്കന്മാരോട് പോയി പറയും അല്ലേ, എനിക്ക് അതുപോലത്തെ വാങ്ങിച്ചെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ AC ആയിക്കോട്ടെ, അതല്ല ഫാൻ, സ്റ്റവ്, എന്തോ നമ്മുടെ സ്ത്രീകൾ എങ്ങനെയാണ് നമ്മളുടെയൊക്കെ മനസ്സിലോരോ കാര്യങ്ങൾ പോകുന്നത് നമുക്ക് തന്നെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഹൃദയത്തിൽ നിന്നും അങ്ങനത്തെ എല്ലാ ചിന്തകളും എടുത്ത് കളയട്ടെ. നമ്മൾ വെറുതെ ഈ ഒരു കാര്യത്തിൽ അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ. കാരണം നമുക്കറിയാം നമ്മൾ മരിച്ചു പോകുമ്പോൾ ഇതൊന്നും നമ്മൾ കൂടെ പോരേയില്ല അല്ലേ. അപ്പോൾ നമ്മൾ വീടിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ വീടിൻ്റെ കാര്യത്തിൽ നമ്മൾ ആകെ മുഴുകി പോകരുത്. അതല്ലെങ്കിൽ ഇനി നമ്മളുടെ വസ്ത്രങ്ങളിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഒരാൾ കല്യാണത്തിന് ഒരു ഡ്രസ്സ് ഇട്ടു, അതേ ഡ്രസ്സ് പിന്നെ അടുത്തൊരു കല്യാണത്തിന് ഇടാൻ പല ആളുകൾക്കും മടിയാണ്. എന്താണ് കാരണം? കഴിഞ്ഞ കല്യാണത്തിൽ ഫോട്ടോത്തിൽ എൻ്റെ ഈ ഡ്രസ്സ് കണ്ടതാണ്, ഇനി ബാക്കിയുള്ളവർ കണ്ടാൽ എന്താ വിചാരിക്കുക? അങ്ങനത്തെ ചിന്തകളൊക്കെ നമ്മുടെ അടുത്ത് ഒരുപാടുണ്ട് അല്ലേ. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ഹൈറാർക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതായത് ബേസിക് നീഡ് ഉണ്ട്, പിന്നെ എന്താണ് പറയുക, ഇമോഷണൽ നീഡ്സ് ഉണ്ട്, സോഷ്യൽ നീഡ്സ് ഉണ്ട്. അങ്ങനെ ഏറ്റവും മുകളിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവം. അവിടെ ആ മുകളിലത്തെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളുടെ ഈമാൻ്റെ പീക്കാണ് സത്യം പറഞ്ഞാലത്. നമ്മൾ ഈമാൻ ഏറ്റവും ടോപ്പാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കണ്ണിൽ ഞാൻ എങ്ങനെയാണെന്നുള്ള ചിന്ത മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് പറയും, ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്തായാലും വിചാരിക്കുക, അങ്ങനത്തെ ഒരു ചിന്തയേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ലെവലിലേക്ക്, ആ സെൽഫ് ആക്ച്വലൈസേഷൻ മോഡിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. നമ്മളുടെ ഓരോ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ എത്തുന്നൊരു ലെവലാണ്. പക്ഷേ നമുക്കറിയാം ഒരിക്കലും മനുഷ്യന് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റില്ല അല്ലേ. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കണം. നമ്മളുടെ ഈമാന് പുതുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം എന്താണ്, ഇപ്പോൾ ഈ ഒരു കാര്യം, ഇപ്പോൾ ഒരാൾക്കൊരു കാർ എടുത്തു, അപ്പോൾ മറ്റേ ആൾക്ക് അതിലേറെ നല്ല കാർ, അല്ലെങ്കിൽ ഇനി മക്കളുടെ കാര്യം തന്നെ ആയിക്കോട്ടെ, എന്താണ് ഒരു കുട്ടിക്ക് ഒരു സ്റ്റാർ കിട്ടിയാൽ പോലും അപ്പുറത്തുള്ള കുട്ടിക്ക് എനിക്കത് കിട്ടിയില്ലല്ലോ എന്നൊരു ചിന്ത വരാറുണ്ട്. ഇതൊക്കെ എന്താണ്, ഈ ഒരു അൽഹാകുമുത്തകാസുർ, അവൻ കിട്ടി എനിക്ക് കിട്ടിയില്ല, എനിക്കതുകൊണ്ട് അതിലേറെ കിട്ടണം,
ഉം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഈ മുസ്ലിംസ് നോൺ മുസ്ലിംസ് എല്ലാ ആളുകളും ഒരുപോലെ കുടുങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അൽഹാഖ് മുത്തഹാഫ്. എല്ലാത്തിനും എനിക്കും വേണം ഒരു അത്യാർത്തി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ ഇത് വളരെ എന്താണ് നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് എന്താണ് നമ്മുടെ അടുത്തുള്ളത് അതിൽ ഭയങ്കര പെരുമ നടിക്കാം. അതായത് ഇപ്പോൾ എന്താണ് വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഐഫോണെ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാളത്തെ ഐഫോൺ ഉണ്ട്, മറ്റേ ആളത്ത് സാധാ ഒരു നോർമൽ അത്ര വില ഒന്നും ഇല്ലാത്തൊരു ഫോണാണ്. ഓട്ടോമാറ്റിക്കലി ഇതെൻ്റെ ഐഫോണാണ്, എനിക്ക് ഇവർ വാങ്ങിച്ചെന്നതാണ്, എനിക്ക് അങ്ങനത്തെ ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സ്ത്രീകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് അതുണ്ട് നമ്മൾ പറയുക പോലും, നമ്മൾ അൽഹംദുലില്ലാ ഒക്കെ ഉപയോഗിക്കുമെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, ഇത് എനിക്കുണ്ടല്ലോ അവർക്കില്ലല്ലോ എന്നൊക്കെ ചിന്ത നമുക്ക് വരാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഒരു ചിന്തയിൽ നിന്നും നമ്മൾ മുക്തരാകണം. അൽഹംദുലില്ലാ റബ്ബിൻ്റെ നിഅമത്താണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ സൂറത്തിൻ്റെ അവസാനത്തിലൂടെ പറയുന്നുണ്ട് സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അപ്പോൾ നമുക്ക് മനസ്സിലാകും അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ നിഅമത്തുകളൊക്കെ എന്തായിരിക്കും എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പ്രയോറിറ്റി കീപ്പ് ചെയ്യണം, നമ്മൾ വെറുതെ ഒരു കാര്യത്തിൽ അശ്രദ്ധയിലായി പോകരുത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താണ്. നമുക്കറിയാം സൂറത്തുൽ കഹ്ഫിലൂടെ എന്താണ് രണ്ട് തോട്ടുള്ള ഒരാളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അയാൾ പറയുന്നുണ്ട് എന്താണ്, ഞാൻ നിന്നെക്കാളും വലുതാണ്, അക്തർ മിൻക മാലം വലതാ എന്ന് പറയുന്നുണ്ടല്ലേ. എനിക്ക് കുറേ എന്താണ് മാലുണ്ട്, കുറേ വലതുണ്ട്, കുറേ മക്കളുണ്ട് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അയാളുടെ അത് ആ ഒരു അശ്രദ്ധയിലായത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ ശിക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് വീണ്ടും ഓർമ്മപ്പെടുത്താനുണ്ട്, നമ്മളുടെ ഈ ഒരു വേൾഡ്ലി കാര്യത്തിൽ മുഴുകിയിട്ട് റബ്ബിനെ മറക്കരുത് എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, നമുക്ക് എന്ത് കിട്ടിയാലും അതിൽ നമ്മൾ തൃപ്തിയുള്ള ആളുകളായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യത്തിലും നമ്മുടെ അടുത്ത് അത് ഓർമ്മപ്പെടുത്താണ്. ചെറിയ മക്കൾ വരെ അതിൽ വരെ ഈ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. കാരണം എന്താണ്, മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു ഒരു എന്താണ് നെഗറ്റീവ് ക്വാളിറ്റിയാണിത്. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മളതിൽ പഠിച്ച് ആ ഷെയ്ത്താനെ നമ്മളിൽ നിന്നും നമ്മൾ ഒഴിവാക്കിയാൽ മാത്രമാണ് നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നാറുൽ ഹാമിയയിൽ പെട്ടുപോകും. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും ഇതിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അല്ലാഹു സുബ്ഹാനഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഇബാദത്തിൽ നിന്നും നമ്മളെ അശ്രദ്ധയിലാക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ മുഴുകിപ്പോകരുത്. അതുപോലെ തന്നെ ഇനി വേറൊരു കാര്യം, ഇപ്പോൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇതൊന്നും പാടില്ല, ഇതൊക്കെ ഹലാലാണോ ഹറാമാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നൽകുന്നതിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം കിട്ടണം എന്നുള്ളതിൽ പ്രശ്നമില്ല. പക്ഷേ ആ ഒരു ഇൻക്രീസ് അത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മളങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയാലോ അത് വലിയൊരു കുറ്റകൃത്യം തന്നെയാണ്. നമ്മൾക്കറിയാം എന്താണ്, ചില ആളുകളൊക്കെ എന്താ പറയുക, പൈസ ഇല്ലാത്ത സമയത്ത് ഭയങ്കര റിലീജിയസ് ആയിരിക്കും, പക്ഷെ പൈസ കിട്ടുന്നതോട് കൂടി അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ എന്താണ് പറയുക, ചെയ്യേണ്ട കർമ്മങ്ങളിലൊക്കെ നമ്മൾ ബാക്കിലായി പോകും. ഒരാളുടെ സ്റ്റോറി ഉണ്ട്, അയാൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഭയങ്കര നമസ്കാരത്തിൽ ഏറ്റവും ഫസ്റ്റ് സഫിലായിരുന്നു, ഖുർആൻ പാരായണമുണ്ട്, അതുപോലെ തന്നെ പള്ളിയിൽ നിന്നൊക്കെ ഏറ്റവും ലാസ്റ്റാണ് പോവുക, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാല് നൽകിയതോടുകൂടി നമസ്കാരത്തിലേക്ക് വരാൻ ലേറ്റായി, ഏറ്റവും അവസാനത്തെ സഫിലായിപ്പോയി, ഏറ്റവും ഫസ്റ്റ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആളായി. അപ്പോൾ എന്താണ്, അത് അയാളെ സത്യം പറഞ്ഞാൽ അശ്രദ്ധയിലാക്കിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ നമ്മളാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയത് നമുക്ക് എതിരായി പോവുക. അല്ലാതെ നമുക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് നമ്മളെ ഒരിക്കലും അൽഹാഖ് ആക്കരുത്, ഡിസ്ട്രാക്റ്റഡ് ആക്കരുത് എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിലൂടെ തന്നെ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെയും സുലൈമാൻ അലൈഹി ഇസ്ലാമിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. സുലൈമാൻ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കിങ്ഡം അല്ലേ. അദ്ദേഹം തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് ഏറ്റവും വലിയ എന്താണ് മുൽക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്. പക്ഷേ അത്രയും വലിയ ആ മുൽക്ക് കൊണ്ട്
അത്രയും വലിയ പദവി കൊണ്ട് അദ്ദേഹം ഒരിക്കലും അള്ളാഹുവിൻ്റെ റിമംബറൻസിൽ നിന്നും അശ്രദ്ധയിലായിട്ടില്ല. ഒരു പ്രാവശ്യം അശ്രദ്ധയിലായാൽ തന്നെ അവർ ചെയ്തിട്ടുള്ള പ്രായശ്ചിത്തം നമ്മൾ കണ്ടല്ലേ, സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ദാവൂദ് അലൈഹിസ്സലാം ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു അനുഗ്രഹിച്ചിട്ടുള്ള എന്താണ് വ്യക്തി തന്നെയാണ് ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാമിന് നോമ്പും ദാവൂദ് അലൈഹിസ്സലാമിന് നമസ്കാരമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് അദ്ദേഹം ഒരു ദിവസം ഇടവിട്ട് നോമ്പെടുക്കും. അതുപോലെ തന്നെ രാത്രിയിൽ എന്താണ് ആദ്യ ഭാഗം ഉറങ്ങും, പിന്നെ നിസ്കരിക്കാൻ എഴുന്നേൽക്കും, പിന്നെയും ഉറങ്ങും, പിന്നെയും എഴുന്നേൽക്കും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള നമസ്കാരമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര റിച്ച് പേഴ്സണാണ് എന്താണ് ഭൂമിയിലുണ്ടായിരുന്നത്. പക്ഷെ അവരെ ആ റിച്ച്നെസ് അവരെ ഒരിക്കലും എന്താണ് അശ്രദ്ധയിലാക്കിയിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു മാലും ബനനും ഒക്കെ തന്നാൽ നമ്മൾ അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം? അത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നത് വരേക്കും. എന്ത്? നിങ്ങൾ പെരുമ നടിക്കുക. ഇതുവരെയാണ് നിങ്ങളുടെ ഖബറിലെത്തുന്നത് വരെ. ഇവിടെ ഹത്ത എന്ന് പറഞ്ഞാൽ വരെ, സുർത്തും സാറ, നമ്മൾ സാറ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്യുക. സിയാറത്ത്, ഖബർ സിയാറത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സിയാറ എന്ന് പറഞ്ഞാൽ സന്ദർശനം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് രണ്ട് രീതിയിൽ അർത്ഥം പറയാം. അതായത് നമ്മൾ എന്താണ് നമ്മളുടെ ഖബറിലെത്തുന്നത് വരെ, അതായത് നമ്മൾ മരിക്കുന്നത് വരെ എന്താണ് ഈ ആളുകൾ മനുഷ്യരെന്താകും ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മളടുത്ത് ഡയറക്റ്റ് പോയിന്റ് ചെയ്തിട്ടാണ് നീ എന്നാ പറഞ്ഞത് കേട്ടോ. നിങ്ങൾ പരസ്പരം എന്താണ് പെരുമ നടിക്കുന്ന നിങ്ങൾ അശ്രദ്ധയിലാക്കും എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവരേക്കും, അതായത് ഖബറിൻ്റെ ഉള്ളിലെത്തുന്നത് വരേക്കും എന്നുള്ളൊരർത്ഥം. നമ്മൾ നേരത്തെ സബബ് നുസൂൽ പറഞ്ഞിട്ടുണ്ടായി. എന്ത്? ഖബറിൽ എന്താണ് എത്തിയിട്ട് ഖബറിൻ്റെ അവിടെ വരെയും ആളുകൾ എന്താണ് അവിടെ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന് പറഞ്ഞു. പക്ഷെ ചില ആളുകൾക്ക് നമുക്കറിയാം അവരവിടെ എത്തുമ്പോൾ അവർക്ക് ആകെ പേടിയാകും. ഖബർ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പരലോക ചിന്ത കൂടില്ല. കാരണം ആരെങ്കിലും മരിച്ചു എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളുടെ അടുത്ത ആളുകളൊക്കെ മരിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പേടി വരും. ഞാനും ഇതേപോലെ മരിക്കാനുള്ളതാണല്ലോ എന്നൊരു ചിന്ത അപ്പം എന്തായാലും വരും. ഏത് ഈമാനില്ലാത്ത ആളായാലും അപ്പോൾ ഞാനിതുപോലെ മരിക്കലോ എന്നുള്ളൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ ഖബർ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മഖബറ വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു മരണഭയം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അല്ലാഹു ഉദ്ദേശിക്കുന്ന മറ്റൊരു രീതി. ഒരുപാട് രീതിയിൽ എന്താണ് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, ആളുകൾ ഖബറിൽ ഒരിക്കലും എന്താണ് ആരും തന്നെ പോയി സന്ദർശിക്കാറില്ല അല്ലേ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഖബർ പോയി സന്ദർശിക്കാറുള്ളൂ. അപ്പോൾ ഖബർ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞത് മരിക്കുന്നത് വരെ എന്നുള്ള അർത്ഥം. പിന്നെ രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞു ഖബറിലെത്തിയിട്ട് ഖബറിൻ്റെ അവിടെ വരെ പോയിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിക്കുകയാണെന്നുള്ളത് പറഞ്ഞു അല്ലേ. പക്ഷെ അവിടെയും നമ്മൾ ചിന്തിക്കുക എന്താണ്, ഞാനിതുപോലെ ദിവസം മരിച്ചു പോകാനുള്ളതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് വരെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചിന്ത നമ്മളുടെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയാൽ നമ്മൾ ഈ അൽഹായിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ ഈ അശ്രദ്ധയിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് നമ്മളുടെ ചിന്തയെ കൊണ്ടുപോകും അല്ലേ. സുബ്ഹാനല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ നമ്മൾ സിയാറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വിസിറ്റ് ചെയ്യുക, സന്ദർശിക്കുക എന്നാണ്. നമ്മളുടെ ഖബറിൻ്റെ ഉള്ളിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു സന്ദർശനം തന്നെയാണ്. നമ്മളുടെ ഈ ബർസഖ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആഖിറം തുടങ്ങുന്നത് വരെ ഉള്ളൂ അല്ലേ. ഖിയാമത്ത് നാൾ തുടങ്ങിയാൽ പിന്നെ നമ്മളുടെ ബർസഖ് ലൈഫ് അവിടെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ അവിടെയും സത്യം പറഞ്ഞാൽ ഒരു സന്ദർശകൻ പോലെയാണ്. പക്ഷെ അവിടെ നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലം കൂടുതൽ സമയം നമ്മൾ നമ്മുടെ ഖബറിൻ്റെ അടിയിൽ ജീവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഏറ്റവും ഫൈനൽ ഹോം സ്വർഗ്ഗാണോ നരകാണോ അല്ലാഹു അലം. സുബ്ഹാനല്ലാഹ് എല്ലാവരെയും അവകാശികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അതിലേക്കുള്ള എന്താണ് പറയുക ഒരു പ്ലേസ് മാത്രമാണ് ഖബർ. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഖബറിലേക്ക് 3 കാര്യങ്ങളാണ് നമ്മുടെ കൂടെ ഉണ്ടാകുക. ഒന്നെന്താണ്, നമ്മുടെ ഫാമിലി, ഖബർ വരെയും നമ്മളുടെ കൂടെ 3 കാര്യങ്ങൾ ഉണ്ടാകും. നമ്മളുടെ ഫാമിലി, നമ്മളുടെ വെൽത്ത്, പിന്നെ നമ്മളുടെ അമലു സാലിഹാത്ത് അല്ലെങ്കിൽ നമ്മളുടെ അമലുകൾ. ഇതിൽ 2 തിരിച്ചു പോകും. കുടുംബക്കാരും നമ്മുടെ കൂടെ വരില്ല, നമ്മുടെ സമ്പത്തും ഒന്നും നമ്മുടെ കൂടെ വരില്ല, നമ്മളുടെ അമലുകൾ നമ്മുടെ കൂടെ വരും. അപ്പോൾ നമ്മൾ അമൽ ഏറ്റവും നല്ലതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ
മാക്സിമം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ബാക്കിയൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യത്തിൽ മുഴുകി നമ്മുടെ കുടുംബവും നമ്മുടെ സ്വത്തും സന്താനവും സമ്പത്തും ഒക്കെ ആലോചിച്ചിരുന്നാൽ നമ്മളെ അമലുകൾ നമുക്ക് വളരെ കുറച്ച് ചെയ്യാനേ സമയം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ആ അമലിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? കല്ലാ സൗഫ തഅലമൂൻ, കല്ലാ നിസ്സംശയം. അതായത് ഒരു ഡൗട്ടും ഇല്ല, നോട്ട് അറ്റ് ആൾ, ഫോർ ഷുവർ. അങ്ങനെ നമ്മൾ കട്ടികൊട്ടി പറഞ്ഞ അതാണ് അർത്ഥം. സൗഫ, അതായത് അടുത്ത് തന്നെ തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊള്ളും. അതായത് നിങ്ങൾക്ക് എന്താണ് യാഥാർത്ഥ്യം എന്ന് നിങ്ങൾ ഉടനെ തന്നെ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മനുഷ്യന്മാരൊക്കെ ഉറക്കത്തിലാണ്, അവർ മരിച്ചു കഴിഞ്ഞാലാണ് അവർ ഉണരുക. അതായത് നമ്മുടെ ഖബറെത്തുന്നത് വരെ നമ്മൾ അശ്രദ്ധയിലായിക്കൊണ്ടേയിരിക്കും. ഖബറിലെത്താൻ നേരത്ത്, നമ്മൾ മരിക്കാൻ നേരത്ത് നമ്മളുടെ അടുത്ത് മലക്കുൽ മൗത്തൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളൊക്കെ മാറും. ഞാൻ അല്ലായിരുന്നു ഞാൻ ജീവിക്കേണ്ടത്, അവർ പറഞ്ഞത് ശരിയായിരുന്നു, എനിക്ക് സമയമില്ലല്ലോ, അങ്ങനത്തെ ചിന്തകളൊക്കെ വരും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. നമുക്കിപ്പം തന്നെ ആ ചിന്തകളൊക്കെ മനസ്സിലാക്കി മുഴുകിയിട്ട് നമ്മൾ മാക്സിമം ഡീഡ്സ് ഫോർ ജന്ന നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നൽകട്ടെ. ആമീൻ. അപ്പോൾ കല്ല എന്ന് പറഞ്ഞാൽ നിസ്സംശയം, അതായത് നിങ്ങൾ ഈ ചിന്തിക്കുന്നതൊക്കെ നിർത്തിക്കോ, നിങ്ങളിപ്പം അത് അറിയാൻ പോവാണ്, നിങ്ങൾ സൂൺ അതിനെക്കുറിച്ച് അറിയും. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു അശ്രദ്ധ, ഈ ഒരു അൽഹ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. നിങ്ങൾ ഖബറിലെത്തുന്നത് വരെയുള്ളൂ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളിപ്പം തന്നെ നിങ്ങൾ ആ ഒരു ചിന്ത സ്റ്റോപ്പ് ചെയ്യുക. സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിയും എന്താണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അല്ലാഹു സുബ്ഹാനഹു നൽകണം. എന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം അല്ലാഹു പറഞ്ഞു നമ്മുടെ അടുത്ത്, നിങ്ങൾ അശ്രദ്ധയിലാണ്, നിങ്ങൾ ഏതുവരേക്കും അശ്രദ്ധയിലേക്കാണ്, നിങ്ങൾ മരിക്കുന്നത് വരെ. അപ്പോൾ മരണത്തിനെ കുറിച്ചുള്ള ഓർമ്മ അല്ലാഹു സുബ്ഹാനഹു കൊണ്ടുവന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യുക, ആ ചിന്ത നിങ്ങൾ നിർത്ത്, ആ ഒരു ആക്ഷൻ നിങ്ങൾ നിർത്ത്, നിങ്ങൾ അറിയാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങളത് ചെയ്യല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു താക്കീത് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് വീണ്ടും അടുത്ത ആയത്തുള്ള എന്താ പറഞ്ഞത്? സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെയും നിസ്സംശയം നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. അതായത് വീണ്ടും ഇവിടെ പറയുന്നുണ്ട്. ആദ്യം ഇത് ഒന്ന് പറയുക, ഓരോ കാര്യം റിപ്പീറ്റഡ് ആയിട്ട് പറയുമ്പം നമ്മൾക്കത് ഗൗരവം കാണിച്ചെടുക്കാനാണ്. ഇപ്പം നമ്മൾ പറയാണ്, നീ പോവല്ലേ സ്റ്റോപ്പ് ചെയ്ത് നിൽക്ക്. നമ്മളങ്ങനെ 2-3 പ്രാവശ്യം പറയും. മലയാളത്തിലൊക്കെ ചെയ്യല്ലേ സ്റ്റോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ വേറൊരു രീതിയിൽ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ 3-ാമത്തെ ആയത്തിൽ, അതായത് കല്ലാ സൗഫ തഅലമൂൻ, ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മരണം കഴിഞ്ഞ് നമ്മൾ ഖബറിലേക്ക് വെക്കും അല്ലേ. ഖബറിലെത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു യഥാർത്ഥത്തിൽ. അതാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയാൻ പോകുന്നു എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഖബറിലെത്തുമ്പോൾ ആ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ആകെ ഞാൻ ചെയ്തൊക്കെ പാഴായിപ്പോയി എന്ന് മനസ്സിലാകും. പിന്നീടോ വീണ്ടും സുമ്മക്കല്ലാ സൗഫ തഅലമൂൻ, പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഖബറിൽ നിന്നും ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ അതിലും ഭയാനകമായിട്ടുള്ള ഖിയാമത്ത് നാളിൽ നിങ്ങൾ എൻ്റർ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സുബ്ഹാനഹു തആല ഈ 2 ആയത്തുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ സുമ്മ എന്നുള്ള വാക്ക് പിന്നീട് എന്നുള്ള അർത്ഥമുണ്ട്. അത് കുറച്ച് പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു കാര്യത്തിനെ കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ സ്ട്രെസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമ്മളെ എർജൻസി കൂട്ടും. ഒരു ചെയ്യുന്ന കാര്യം നമ്മൾ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സുമ്മക്കല്ലാ സൗഫ തഅലമൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാൻ പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും കുറച്ചും കൂടെ ഊന്നൽ കൊടുത്തിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. അതാണ് ഇവിടെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ 2 ആയത്തുകളും അള്ളാഹുവിന് വലിയൊരു നിഅമത്താണ്. കാരണം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നു അല്ലേ. അള്ളാഹു നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഏത് വരേക്കാണെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ അറിയുന്നെ ചെയ്യും, അതുകൊണ്ട് നിങ്ങളിത് നിർത്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് താക്കീത് നൽകിക്കൊണ്ട് പറയാണ്. നിങ്ങളിങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾ എൻ്റെ ചെയ്യുന്നത് എവിടെയാണ്? ജഹീമിലാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്തുള്ള അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ അശ്രദ്ധയിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് പോകാൻ അള്ളാഹു പറയുന്നുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ സ്വന്തം പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗൗരവം കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്തുകളൊക്കെ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, അവർക്ക് ഓതി കൊടുക്കുകയായിരുന്നു. അപ്പം ഒരായത്ത് ഇപ്പം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. അപ്പം നമ്മളുടെ മലയാളത്തിൽ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ കയറും. അപ്പം നമ്മൾ നല്ല അറബി അറിയുന്ന ആളുകളാണെങ്കിലോ ഈ പറയുന്ന കാര്യങ്ങളുടെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു സുന്നത്ത് കൂടെ പറയാനുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കുകയാണ് ചെയ്തത് അല്ലേ, അതല്ലാതെ അവർ എന്താണ് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതല്ല. അപ്പോൾ നമ്മൾ ഖുർആൻ റെസിറ്റേഷൻ കൂടുതൽ കേൾക്കണം. കാരണം നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ തറാവിയൊക്കെ നമസ്കരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ചില ആയത്തുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ കയറിയിട്ട് നമുക്ക് കണ്ണിന്നറിയാണ്ട് വെള്ളം വരും. അതെന്താണ്, നമുക്ക് ആ ആയത്തുകൾ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കൂടുതലായിട്ടും റെസിറ്റേഷൻസും കൂടെ കേൾക്കാൻ ശ്രമിക്കുക. കാരണം സഹാബാക്കൾ സെമിഅന വഅതഅന എന്നാണ് പറഞ്ഞത്, അല്ലാതെ ഖറഅന വഅതഅന ഞങ്ങൾ വായിച്ച് ഞങ്ങൾ അത് ഫോളോ ചെയ്തു എന്നല്ല പറഞ്ഞത്, കേട്ടു പിൻപറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ടും കേൾക്കണം. നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ചെവിയിലൂടെ കേൾക്കുമ്പോൾ വായിക്കുന്നതിനേക്കാൾ നമുക്കത് ഇമ്പാക്റ്റ് ആക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിനുള്ള ഷുഊർ നൽകട്ടെ. ആമീൻ. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3-4 ആയത്തുകളിലൂടെ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, പിന്നെന്താണ് ഖിയാമത്ത് നാളിൽ ഏതായാലും സൗഫ തഅലമൂൻ, നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും എന്താണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സ്ട്രോങ് ആയിട്ട് പറയാണ്, കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിസ്സംശയം നിങ്ങൾ ദൃഢമായ അറിയുമായിരുന്നെങ്കിൽ. അള്ളാഹു പറയാണ്, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. ഈ ലവ് എന്നുള്ളത് നമ്മൾ എന്താ പറയുക, ഒരു അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ, നമുക്കറിയാം എങ്കിൽ എന്നുള്ളൊരു വാക്ക് സത്യം പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അങ്ങനെ ആയാൽ മതിയായിരുന്നു, അങ്ങനെ ആ ഒരു എങ്കിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ശൈത്താനാണ്. കാരണം നമ്മുടെ ലൈഫിൽ അള്ളാഹു എന്ത് നൽകിയാലും അത് നമുക്ക് ഏറ്റവും ഹൈറാണ്, അതിനേക്കാളും ഹൈറായിട്ടുള്ള വേറെ ഇല്ല അല്ലേ. അപ്പോൾ ഇവിടെ അള്ളാഹു പറയണം, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ എന്താണ് ഈ ഇൽമുൽ യഖീൻ നോക്കാം. അപ്പോൾ ഈ ഒരു ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു ഐനുൽ യഖീൻ പറയുന്നുണ്ട്. മറ്റൊരു സൂറയിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖുൽ യഖീൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഖീൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. യഖീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദൃഢമായ എന്നുള്ള അർത്ഥമാണ്. അതായത് ജസ്റ്റ് ഒരു നോളജ് അല്ല, ചെറിയൊരു അറിവല്ല, അതായത് ഭയങ്കര ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അത് നമുക്ക് ഇപ്പോൾ എന്താണ് തീ കയ്യിലായാൽ കൈ പൊള്ളും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ദൃഢമായിട്ടുള്ള അറിവാണല്ലേ, ഒരു സംശയമില്ല. അതുപോലെ നിസ്സംശയമായിട്ടുള്ള ഒരറിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞത്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ നിസ്സംശയമായിട്ടുള്ള അബ്സല്യൂട്ടായിട്ടുള്ള, അതായത് സോളിഡ് ആയിട്ടുള്ള അല്ലേ, അതായത് എന്താണ് നമ്മൾ പച്ചവെള്ളം പോലെ ആ കാര്യം അറിയുമെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യത്തിനെ കുറിച്ച് അറിയാം. നമ്മുടെ മക്കൾക്ക്, നമ്മൾ ചെറിയ കുട്ടികൾ, നമുക്ക് ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ഫൈനായിട്ട് അറിയാം. കാര്യം നമ്മൾ അത്രയും എന്താണ് അവരുടെ കൂടെയാണ് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ യഖീൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദൃഢമായിട്ടുള്ള, ഫോർ ഷുവർ നമ്മുടെ ഹൃദയം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു അറിവുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്. അതേപോലെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് എന്ത് യഖീൻ എന്ന് പറയാറുള്ളത്. കാരണം മരണം ആരായാലും, മുസ്ലിമായാലും ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, മരിക്കുമെന്നുള്ളത്. അത് അവർക്കൊക്കെ എന്താണ് യഖീനായിട്ടാണ് അവർക്ക് ആ ഒരു അറിവ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് മൂന്നും കൂടെ പറയാൻ ഒരു ഉദാഹരണം പറയാം. അപ്പം നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മളൊരു ഭയങ്കര പുക ഇങ്ങനെ കണ്ടു. അപ്പോൾ പുക കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, അവിടെ തീ കത്തുന്നുണ്ട് കുറച്ചപ്പുറത്ത് എന്നുള്ളത് അല്ലേ. നമ്മൾ ഫാക്ടറിൻ്റെ ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുക വരുന്നുണ്ടെങ്കിൽ എന്താണ്, തീ കത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പുക വരിക എന്നുള്ളത് എന്താണ്, ഇൽമുൽ യഖീനാണ്. നമുക്ക് ഇൽമുണ്ട് എന്ത്, ഇത് പുകയാണ്, ആ പുക വരാൻ കാരണം തീയാണെന്നുള്ള ഇൽമു നമുക്കുണ്ട്, അറിവുണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി അതിൻ്റെ അടുത്തെത്താനായപ്പോൾ നമുക്ക് എന്താണ്, തീ കാണാൻ തുടങ്ങി. തീ കാണുന്നത് എന്താണ്, നമ്മൾ കണ്ണുകൊണ്ട് കാണാണ്. അപ്പോൾ അത് ഐനുൽ യഖീൻ. പിന്നെ കുറച്ചും കൂടെ നമ്മൾ എന്നിട്ട് എന്താണ്, ആ തീയിൽ പോയി തൊടുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, സത്യമാണ്, ഇത് തീ തന്നെയാണ്, ഇത് തൊട്ടാൽ പൊള്ളുന്ന സാധനമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ഹഖുൽ യഖീൻ. ഇങ്ങനെ 3 രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് 2 യഖീനുകൾ മാത്രം നൽകിയിട്ടുള്ളൂ. ഒന്ന് ഇൽമുൽ യഖീനും ഒന്ന് ഹഖുൽ യഖീനും.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഐനുൽ യഖീൻ നമുക്ക് ഇപ്പൊ തന്നിട്ടില്ല അല്ലെ. അദൃശ്യമായിട്ടുള്ള റബ്ബിലുള്ള വിശ്വാസം, അതാണെന്ത്, ആ ഇൽമ് റബ്ബുണ്ട് എന്നുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേണ്ടിയിട്ട് ഈ ആലമിലെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടാൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചുറ്റുപാടും വെച്ചിട്ട് അദൃശ്യമായിട്ടുള്ള റബ്ബുണ്ട് എന്ന് അതിന് സൂചന നൽകുന്നുണ്ട് അല്ലെ. നമ്മൾ മനുഷ്യർ തന്നെ, മനുഷ്യർ അള്ളാഹുൽ നിന്നാണ്, റൂഹ് അള്ളാഹുൽ നിന്നാണ്. നമ്മളുടെ മരണം അതും നമ്മൾ തിരിച്ചു പോകുന്ന അള്ളാഹുലേക്കാണ്. ഈ ഒരു ഇൽമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഖുർആൻ, അത് എന്താണ് പറയുക, ദൈവികമാണെന്നുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് മനസ്സിലാക്കി. അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ ഇൽമുൽ യഖീനിൽ പെട്ടതാണ്. എന്നാൽ ഈ ഇൽമുൽ യഖീൻ ഓട്ടോമാറ്റിക്കലി എന്താണ്, നമ്മളെ ഹഖുൽ യഖീനിലേക്ക് കൊണ്ടുപോകും. അതായത് നമ്മൾ കണ്ടതുപോലെ വിശ്വസിക്കും. അതായത് അള്ളാഹുവിനെ കണ്ട് തൊട്ടറിഞ്ഞതുപോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താകും, അതിൽ ദൃഢമായിട്ടുള്ള വിശ്വാസം വരും. അവിടെയാണ് നമ്മളുടെ ഈമാൻ കിടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ഒരു ഇൽമുൽ യഖീൻ കൊണ്ട് നമ്മൾ ഹഖുൽ യഖീനിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കണം. ഒരു സംശയമില്ലാത്ത രീതിയിൽ, ദൃഢമായിട്ടുള്ള രീതിയിൽ പരലോകത്തെക്കുറിച്ചിട്ടും സ്വർഗത്തെക്കുറിച്ചിട്ടും നരകത്തെക്കുറിച്ചിട്ടും റബ്ബിനെ കുറിച്ചിട്ടും നമ്മൾക്ക് എന്താണ് പറയുക, ഖിയാമത്ത് നാൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹഖുൽ യഖീനായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ അവിടെ എത്തിയാൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഐനുൽ യഖീനിലൂടെ നമ്മൾ കണ്ടുകൊണ്ട് നമുക്ക് നരകത്തെയും സ്വർഗത്തിനെയും ഒക്കെ എന്താണ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഐനുൽ യഖീൻ നൽകട്ടെ. ആമീൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അടുത്ത ഈ ഒരു ആയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിസ്സംശയം നിങ്ങൾ ദൃഢമായിട്ടുള്ള അറിയുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരുന്നെങ്കിൽ എന്താണ് നിങ്ങൾ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. അതായത് കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ അടുത്ത് തന്നെ അറിയുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഖിയാമത്ത് നാളും എന്താണ് സ്വർഗം നരകം ആഖിറത്തും ഒക്കെ എന്താണ്, അതൊക്കെ യഖീനാണ് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു അശ്രദ്ധ, നിങ്ങളുടെ ഈ ഒരു പരസ്പരം പെരുമ നടിക്കുന്നത് എന്താണ്, നിങ്ങൾ അശ്രദ്ധകളാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മളതിൻ്റെ പിന്നാലെ ഓടൂലായിരുന്നു, നമ്മൾ തകാസുർ ചെയ്യുകയില്ലായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം എന്താ പറഞ്ഞത്, ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഇവിടെ ഒരുപാട് എംഫസൈസ് പറയുന്നുണ്ട്. ല എന്ന് പറഞ്ഞാൽ ലാമു തൗഖീദ് എന്ന് പറയും. അതുപോലെ തന്നെ തറൗൻ എന്നുള്ള വാക്കാണ് തറൗന്ന, എന്നുള്ളത് എന്താണ്, അത് വീണ്ടും എംഫസൈസ് ചെയ്യണം. അപ്പം 2 പ്രാവശ്യം എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അതിനെ സ്ട്രെസ് ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറയാം. പക്ഷെ ഇത് മാത്രമല്ല, ഇല്ലാം എന്നുള്ളത് ജവാബ് ഖസം എന്ന് പറയുന്നുണ്ട്. അതായത് സത്യം ചെയ്യുന്ന ഒരു വാക്കാണ്. അപ്പം അള്ളാഹു പറയാണ് ഉറപ്പായിട്ടും എന്താണ് നമ്മൾ വല്ലാഹി എന്ന് പറഞ്ഞ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മളടുത്ത് സത്യം ചെയ്ത് പറയാണ്, എന്താണ് ഉറപ്പായിട്ടും നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്നൊരു സത്യം പറയുന്ന മോഡൽ, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം വഹിക്കുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പോൾ ഇവിടെ ഈ ജഹീം എന്നുള്ള വാക്ക്, ജുഹം എന്ന് പറഞ്ഞാൽ ഒരു സിംഹം അതിൻ്റെ ഇരയെ കണ്ടിട്ട് അതിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക രൂക്ഷമായിട്ട് നോക്കില്ല. ആ നോട്ടത്തിൽ പിന്നെ ആ ഇരക്ക് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റാത്ത രീതിയിലൊരു നോട്ടമാണ് ജുഹം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ജഹീം എന്ന് പറഞ്ഞാലോ, ദ ഫ്ലെയിം ഓഫ് ഹെൽ ഫയർ സ്റ്റാരിങ് അറ്റ് യു, എങ്ങോട്ടോ അതിൽ നിങ്ങൾ കോട്ട് ചെയ്തു, അതിൽ നിങ്ങൾ പിടിച്ചു. അതായത് നരകം ഇതാണ് ഇങ്ങനെ ആ കത്തി ജ്വലിക്കുന്ന നരകം, അതിൻ്റെ ആളിക്കത്തിലൊക്കെ പാടെ കണ്ണിൽ അങ്ങോട്ട് കണ്ടിട്ട് അതിലാണ് സ്റ്റക്കായി പോവുക. അതാണ് ഈ ഒരു അർത്ഥം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ജഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈവൻ ദ ഡിസ്ബിലീവേഴ്സും അതുപോലെ തന്നെ ബിലീവേഴ്സും വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ നരകം കണ്ണിൽ കാണും അല്ലേ. ലതറവുന്നൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കാരണം നമുക്കറിയാം നമ്മൾ സിറാത്തിലൂടെ പോകുന്നതാണ് അല്ലേ. നമ്മൾ സിറാത്തിലൂടെ പോകുമ്പോൾ നമുക്ക് എന്താണ് താഴത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളായാലും അവിശ്വാസികളായാലും അവരുടെ ഈമാൻ അനുസരിച്ചിട്ട് അവർ ആ നരകം ജസ്റ്റ് കണ്ടുപോകും. ചിലപ്പം അതിൽ വീഴാൻ പോയി കാണാൻ അതിൽ നിന്ന് രക്ഷപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ നരകം കണ്ണിൽ കാണുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ കത്തിജ്വലിക്കുന്ന ഈ നമ്മളൊക്കെ കാത്തു നിൽക്കുന്ന രീതിയിൽ ആ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിൽ ഖബർ വമിൻ അദാബിന്നാർ. ആമീൻ. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഐനൽ യഖീനാണ് ഇവിടെ. അപ്പോൾ വീണ്ടും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ലതറവുന്നൽ ജഹീം. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? സുമ്മ ലതറവുന്നഹാ. പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ കാണും. എങ്ങനെ കാണാം? ഐനൽ യഖീൻ, ദൃഢമായും കണ്ണാൽ കാണുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ലതറവുന്നഹാ, ഹാ എന്ന് ഉദ്ദേശിക്കുന്നത് ജഹീമാണ്. ജഹീം നരകമാണ്. ഓക്കെ, അപ്പൊ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, പിന്നെ തീർച്ചയായും നിങ്ങൾ അതിനെ ദൃഢമായ കണ്ണാൽ കാണുക തന്നെ ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇൽമുൽ യഖീനും ഹഖുൽ യഖീനും നൽകിയിട്ടുള്ളൂ. പക്ഷെ അവിടെ എത്തിയാൽ കണ്ണുകൊണ്ട്, അതായത് നമ്മൾ കണ്ടറിയും. അപ്പൊ നമുക്കത് നിസ്സംശയം ഒരു ഡൗട്ടില്ലാണ്ടും സത്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും ലതറവുന്ന, ഇവിടേക്ക് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എന്നുള്ള അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. നീ എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാവരും ഐനൽ യഖീൻ കൊണ്ട് കാണുക തന്നെ ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ്? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പിന്നീട് ആ ദിവസത്തിൽ സുഖാനുഭവങ്ങളെ പറ്റി തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ഒരു ആയത്ത് പറഞ്ഞതിന് മുമ്പ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചെറിയൊരു സംഭവം മനസ്സിലാക്കാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര വിശപ്പുണ്ട്. അപ്പോൾ ഉച്ച സമയമാണ്. ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ, നമുക്കറിയാം വിശക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പട്ടിണിയായിരിക്കും. ചിലപ്പോൾ അതിലും 1-2 ദിവസങ്ങളോളം ശരിക്കും ഭക്ഷണം ഒന്നും കഴിക്കാണ്ട് ആകെ പട്ടിണിയായിട്ടുള്ളൊരു സമയം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങി. അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ സന്ദർശിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ദുഹറിന് മുമ്പ് അല്ലെങ്കിൽ അസറിന് ശേഷമാണ്. അതല്ലാതെ ആ ഒരു ദുഹറിന് ശേഷം അത് പ്രൈവസി സമയം ആയതുകൊണ്ട് തന്നെ ആരും ഒന്ന് സന്ദർശിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ സമയത്ത് ഇവിടെ? അപ്പോൾ എന്താണ് അവർ പറഞ്ഞു, റസൂലേ, ഞങ്ങൾ വിശപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ്, എന്തെങ്കിലും തിന്നാൻ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്, അതേ കാര്യം തന്നെയാണ് എന്നെയും പുറത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ അവർ അവസാനം അവിടെയുള്ളൊരു സ്വഹാബിയുണ്ട്. ആ സ്വഹാബി അത്യാവശ്യം സമ്പന്നനായിട്ടുള്ളൊരു സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീട് മുട്ടി സലാം പറയാണ്. അങ്ങനെ വീട് തുറന്നു നോക്കുമ്പോൾ എന്താണ് അവിടെ തുറക്കുന്നത് അവരുടെ ഭാര്യയാണ്. അപ്പം പറയുന്നുണ്ട്, ഭർത്താവ് ഇവിടെ ഇല്ല, അദ്ദേഹം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പോയതാണെന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉമർ റളിയല്ലാഹു അൻഹും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും 3 പേരും വീടിനകത്തേക്ക് കയറി. അങ്ങനെ ഈ സഹാബി വരികയാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ ചെരുപ്പുകളൊക്കെ കണ്ട് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നേ ദിവസം ഇന്നെ പോലെ എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഏറ്റവും അക്രമമായിട്ടുള്ള, നോബിളായിട്ടുള്ള ഗസ്റ്റുകളുള്ള വേറെ ആരും തന്നെ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും 3 പേർക്കും കൂടെ ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് എന്താണ് പറയുക, നല്ല പാകം തണുപ്പുള്ള വെള്ളം, പിന്നെന്താണ് കുറച്ച് ഈത്തപ്പഴം, പിന്നെന്താണ് അദ്ദേഹം എന്താണ് പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു ഒട്ടകത്തിന് അറക്കാൻ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പാല് കൊടുക്കുന്നതിന് നീ അറക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ വേറെ അവിടുത്തെ ചെറിയൊരു ആട്ടും കുട്ടി ഉണ്ടായിരുന്നു, അതിനെ അറുത്തു. എന്നിട്ട് ആ എന്താണ് അറുത്ത ഭക്ഷണം എന്താണ് പാകം ചെയ്ത് ഭാര്യ അവർക്ക് ടേബിളിന് മുകളിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതായത് അത്രയും ദിവസം വിശന്ന് 2 ദിവസത്തോളം വിശന്നിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം മുന്നിൽ കണ്ടപ്പോൾ കരയാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ പിൻപറ്റുന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്,
നമ്മൾ ഇത്ര നേരം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, നമ്മളിനി എന്തിനായി കരയണത് എന്ന് ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ആയത്താണ് ثم لتسألن يومئذ عن النعيم ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പിന്നീട് ആ ദിവസം നിങ്ങൾ ഈ ഒരു നഅീമിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് ഇതിലും വലിയൊരു ഉദാഹരണം പിന്നെ എന്താണ് അല്ലേ? അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ദിവസം അല്ലെങ്കിൽ അത്രയും നേരം ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് ആകെ 3 സാധനങ്ങൾ മാത്രമേ ടേബിളിലുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് ഈത്തപ്പഴം, പിന്നെ ഒരു മീറ്റ് അല്ലേ, അതായത് പാകം ചെയ്തിട്ടുള്ള ഒരു മീറ്റ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ടേബിളിൽ ദിവസം രാവിലെയും ഉച്ചക്കും രാത്രിയും എന്തൊക്കെ വെക്കാറുണ്ട് അല്ലേ? നമുക്ക് പലതരമാണ്. ഇനിയിപ്പോൾ നമ്മൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലോ സുബ്ഹാനല്ലാഹ് പറയാൻ വേണ്ട അല്ലേ, അത്രയ്ക്കും വിഭവസമൃദ്ധമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇനി നമ്മളൊരു ഹോട്ടലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ പലതും ഓർഡർ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ചിന്തിക്കണം, ثم لتسألن يومئذ عن النعيم لا حول ولا قوة إلا بالله. ഈ നഈം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് സിംഗുലറായിട്ടാണ് പറഞ്ഞത്. അതായത് ഒരൊറ്റ ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള നിഅമത്തുകളൊന്ന് ആലോചിച്ച് നോക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ അതൊക്കെ കിട്ടിയിട്ട് അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമ നടിക്കുന്ന നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ലതസ്അലന്ന യൗമഇദിൻ അൻ നഈം. നിങ്ങൾ ഈ പെരുമ നടിച്ചിട്ടുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അതില്ലെങ്കിലോ നമ്മൾ അൽഹംദുലില്ലാഹ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ ആരുടെങ്കിലും എന്തെങ്കിലും നിഅമത്ത് കാണുമ്പോൾ അൽഹംദുലില്ലാഹ് ഇതെനിക്കില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് ചോദ്യം വരില്ലല്ലോ. ഇപ്പം നമ്മൾ ഒരു എന്താണ് കൈകൾ കാലുകളൊക്കെ തളർന്നിട്ടില്ല, കണ്ണ് കാണാൻ പറ്റാത്ത, ചെവി കേൾക്കാൻ പറ്റാത്ത, എന്താണ് സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ കാണാമെന്നുണ്ടെങ്കിൽ നമ്മൾ പാവട്ടോ എന്നല്ല പറയേണ്ടത്. ആ വ്യക്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകൾ കൊണ്ട് എന്ത് പ്രവർത്തിച്ചു ചോദിക്കില്ല, കാലുകൾ കൊണ്ട് എന്ത് പ്രവർത്തിച്ചു ചോദിക്കില്ല, കണ്ണ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ച് ചോദിക്കില്ല അല്ലേ? നീ എന്തുകൊണ്ട് എന്തെല്ലാം ചെവികൾ കൊണ്ട് കേട്ടു, നീ നിന്നെ വായ കൊണ്ട് എന്തെല്ലാം സംസാരിച്ചു, നീ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഖുർആൻ പാരായണം ചെയ്തു, മറ്റുള്ളവരിലേക്ക് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ ചെയ്തു, നീ മറ്റുള്ളവരുടെ അടുത്ത് നീ വേറെ ആളെ കുറിച്ച് കുറ്റം പറഞ്ഞു, ഇതൊന്നും അള്ളാഹു ചോദിക്കൂല. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരു ഭയങ്കര എന്താണ് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാറുണ്ട് എന്ന് വിചാരിക്കാം. നമ്മളത് ബാക്കിയുള്ളവർക്ക് ആ ഒരു കാറിനെ കൊണ്ട് ഉപകാരം നൽകിയോ എന്ന് ചോദിക്കും. അതില്ലാത്തൊരാളെ സംബന്ധിച്ചോ ആൾക്കത് ചോദിക്കില്ല. അതുപോലെ സമ്പത്ത്, നമുക്കൊരുപാട് സമ്പത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നീ എങ്ങനെ ചിലവഴിച്ചു, ആർക്ക് ചിലവഴിച്ചു, അതുപോലെ തന്നെ അത് ഹലാലായിട്ടാണ് ഹറാമായിട്ടാണ്, ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ വരും. അതില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അതൊന്നും വരില്ല. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇല്ലെങ്കിൽ നമ്മളവിടെ അൽഹംദുലില്ലാഹ് 2 പ്രാവശ്യം പറയണം. ഇവിടെ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അൽഹംദുലില്ലാഹ് പറയാം, പക്ഷേ ഓർക്കുക നാളെ ഇതിന് ഞാൻ ഉത്തരം പറയണം. ആലോചിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വെറും 3 കാര്യങ്ങൾ കിട്ടിയപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അത് ആ പറഞ്ഞതോടുകൂടി അവരുടെ വിശപ്പൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. കാരണം അവർ ആ ആളിക്കത്തുന്ന ലതറവുന്നൽ ജഹീം എന്ന് ആലോചിച്ച് പോയി. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ എന്ന് ആലോചിച്ച് പോയി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ പിന്നെ അവർക്ക് ആ വിശപ്പൊക്കെ പോയി എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എങ്ങനെയല്ലേ പറയാം നമ്മളുടെയൊക്കെ ഈമാൻ എത്രയാണ് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അള്ളാഹുവിൻ്റെ റഹ്മ കൊണ്ട് ജന്നത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ, അവർക്ക് കിട്ടിയിട്ടുള്ള നിഅമത്തുകൾ കാണുമ്പോൾ നമ്മളും സന്തോഷിക്കുക. നമുക്ക് 2 രീതിയിലും സന്തോഷിക്കാം അല്ലേ? അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്തുകൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് നൽകിയത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാം. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയുള്ള നിഅമത്ത് എനിക്കില്ലല്ലോ, അതുകൊണ്ട് എന്നോട് റബ്ബ് ആ ചോദ്യം ചോദിക്കില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താണ് ഇനി എന്തെങ്കിലും എന്താ പറയുക സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകും, ചിലപ്പോൾ നമുക്കതിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? നമ്മൾ സന്തോഷിക്കുക, അൽഹംദുലില്ലാഹ് ഞാനതിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ആ സമയം എങ്ങനെ ചിലവഴിച്ചു എന്ന് റബ്ബ് എന്നോട് ചോദിക്കില്ലല്ലോ. അതുപോലെ തന്നെ എന്താണ് മറ്റേ നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹു നൽകിയിട്ടുള്ള നിഅമത്ത്, ഈ ഒരു നിഅമത്ത് ഞാൻ എങ്ങനെ ഉപയോഗിച്ചു, അള്ളാഹു എനിക്ക് വെള്ളം നൽകിയിട്ടുണ്ട്, ഈ വെള്ളം ഞാൻ എങ്ങനെ ഉപയോഗിച്ചത്. നഈം എന്ന് പറയുമ്പം നിർത്താത്ത നമ്മൾ ഫഅയിൽ ഫോർമാറ്റിലാണ്, അതായത് ഓൾവേസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കണ്ണ് തുറന്നാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടുന്നുണ്ട്, സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വിച്ച് ഇട്ടാൽ
ഇലക്ട്രിസിറ്റി എല്ലാ കറണ്ടും ഫാൻ എ സി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ അതുപോലെ കാർ സ്റ്റാർട്ട് ആക്കിയാലും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, നെവർ എൻഡിങ് നിയമങ്ങളാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരുപാടുണ്ട് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കാം. നിയമത്തുകളെ കുറിച്ചിട്ട്. നമ്മളുടെ ഭക്ഷണം നേരത്തെ പറഞ്ഞു, നമ്മുടെ ആരോഗ്യം അല്ലേ. നമ്മുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നടക്കാൻ പറ്റുന്നുണ്ട്, ഒരു സ്റ്റെപ്പ് എന്താണ് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റാത്ത ആളുകൾ എത്ര ഉണ്ട്. കാല് നിലത്ത് വെക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, കാല് മുറിച്ച് പോയിട്ടുള്ള ആളുകളുണ്ട്, ആക്സിഡൻറ്റിൽ കാലുകൾ മാത്രം എന്താണ് മുറിഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ട്, കൈകളില്ലാത്ത ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒരു വിരൽ അനക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അത് നിഅമല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് തണുത്ത ഗ്ലാസ് വെള്ളം, ഒരു സാധാ വെള്ളം അല്ലേ, നമ്മൾ കിണറ്റിൽ നിന്ന് കോരിയിട്ടുള്ള വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു തണുപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ അവയവങ്ങൾ നനയ്ക്കുമ്പോൾ അത് നിഅമല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മുടെ കണ്ണുകൾ, കാതുകൾ, നമ്മളുടെ വായ, നമ്മുടെ മൂക്കില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളുടെ ഹൃദയം, നമ്മളുടെ മുടി, നമ്മളുടെ നഖം, കൈകാലുകൾ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വെറും 3 അക്ഷരങ്ങൾക്ക് ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ثم لتسألن يومئذ عن النعيم എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാഹു അലം, അല്ലാഹു നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കുള്ള നിഅമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഖുർആൻ, ഇതൊക്കെ നിഅമാണ്. റബ്ബ് ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കും. എങ്ങനെ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ എന്ത് മറുപടിയാണ് നമുക്ക് നൽകാനുള്ളത്? സുബ്ഹാനല്ലാഹ്. വമാ ബികും ബിനിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്കുള്ള ഏത് നിഅമത്തും അത് അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹു ചോദിക്കും എങ്ങനെ നിങ്ങളിതെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. നമുക്ക് ഹിദായത്ത് അള്ളാഹു നൽകി, നമുക്ക് വഴി കാണിച്ചു തന്നു, ഖുർആൻ്റെ അർത്ഥം മനസ്സിലാക്കി തന്നു, ആശയങ്ങൾ മനസ്സിലാക്കി തന്നു. എന്നിട്ടും ആ നിഅമത്തുകളൊക്കെ എന്താണ് നിങ്ങൾ ചെയ്തത്? എന്താണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? സുബ്ഹാനല്ലാഹ്. ഇതൊന്നും നമ്മളൊരു നിയമത്തായിട്ട് പോലും കാണാത്തതാണ്. നമ്മളെ ന്യായം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്ത്, ഒരുപാട് സന്തോഷം, ഒരുപാട് എൻജോയ്മെൻറ്റ്. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഏറ്റവും അവസാനമായിട്ട് ഇബ്നു അബി ഹാത്തിം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് കുറച്ച് എന്താണ് വിശദീകരണം, ജസ്റ്റ് ഒരു ഓവറോൾ സമ്മറി എന്നുള്ള രീതിയിൽ പോകാം. അൽഹാക്കുമുത് തകാസുർ, അതായത് പരസ്പരം പെരുമ നടിക്കുന്നത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്തിൽ നിന്ന്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ നിങ്ങളുടെ ഖബറിടം സന്ദർശിക്കുന്നത് വരെ, അതായത് നിങ്ങളുടെ മരണം സംഭവിക്കുന്നത് വരെ. കല്ല സൗഫ തഅലമൂൻ, തീർച്ചയായിട്ടും നിങ്ങൾ അറിയുക തന്നെ ചെയ്യും, ഉടനെ അറിയുക തന്നെ ചെയ്യും. എന്ത്? നിങ്ങൾ ഖബറിൻ്റെ ഉള്ളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അശ്രദ്ധയൊക്കെ വേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഖബറിലെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ. സുമ്മ കല്ല സൗഫ തഅലമൂൻ, നിങ്ങൾ വീണ്ടും അറിയുക തന്നെ ചെയ്യും. എന്ത്? നിങ്ങൾ ഖബറിനുള്ളിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ഈ അശ്രദ്ധ ആയത് വളരെ നഷ്ടമായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും നിങ്ങൾ ദൃഢമായിട്ടുള്ള അറിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അറിവുള്ളവരായിരുന്നെങ്കിൽ, അതായത് നിങ്ങൾക്ക് യഥാർത്ഥ ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു പരസ്പരം പെരുമ നടിക്കില്ലായിരുന്നു. അതിൻ്റെ അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ റബ്ബ് നിങ്ങൾക്ക് എന്താണ് റബ്ബിൻ്റെ മുമ്പിൽ നാളെ ഹാജരാക്കേണ്ടി വരും എന്നുള്ള ഒരു അറിവുണ്ടായിരുന്നെങ്കിൽ, നാളെ ഖബറിൽ നിങ്ങളടുത്ത് ചോദ്യങ്ങൾ ഉണ്ടാകും, എന്താണ് നിങ്ങളെ മരണം നിങ്ങളെ പിടിപെടും എന്നുള്ള ആ ഒരു അറിവോടെ ജീവിച്ചിരുന്നെങ്കിൽ, ലതറവുന്നൽ ജഹീം, അങ്ങനെ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നരകം കണ്ണിൽ കാണുക തന്നെ ചെയ്യും. മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ, എല്ലാവരും ആ നരകം കണ്ണിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആ പരലോക ദിവസം ഉണ്ടാകുക. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വായിൽ നിറച്ചതെന്താണെന്നും നിങ്ങൾ എന്താണ് കുടിച്ചതെന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള തണലുള്ള റൂഫുള്ള വീടും
നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഉറക്കവും നിങ്ങളുടെ ഭക്ഷണവും എല്ലാം റബ്ബാന്ന് ചോദിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഉറക്കം നമുക്കൊരു നിഅമത്താണ്. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ കൈകാലുകൾ നമ്മൾ ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മാത്രമല്ല, 2 കൈകൾ, 2 കാലുകൾ, 2 ചെവികൾ, 2 കണ്ണുകൾ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാലൻസ്ഡ് ആക്കി നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ടുള്ളതൊക്കെ എന്താണ്? ഇതൊക്കെ റബ്ബിൻ്റെ നെഅമയിൽപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നെഅമകളാണ്. ഓരോ ദിവസവും നമ്മൾ അത് എഴുതാൻ തുടങ്ങിയാൽ സുബ്ഹാനല്ലാഹ്, ഒന്നിനെ കുറിച്ച് തന്നെ നമുക്ക് എത്ര പോലും ചിന്തിക്കാനുണ്ട്. നമ്മുടെ കണ്ണിനെ കുറിച്ചുള്ള അനുഗ്രഹം തന്നെ ചിന്തിച്ചാൽ എവിടെ എത്തൂല അല്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഈ നിഅമത്തുകളൊക്കെ അള്ളാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അതെല്ലാം ഇബാദത്താക്കി മാറ്റിക്കൊണ്ട് നാളെ പരലോകത്ത് റബ്ബേ എൻ്റെ കണ്ണിനെ ഞാൻ നിനക്കിഷ്ടമുള്ള രീതിയിൽ ഉപയോഗിച്ചു റബ്ബേ, എൻ്റെ ചെവിയെ ഞാൻ നിനക്കിഷ്ടമുള്ളത് കേൾക്കാൻ ഉപയോഗിച്ചു റബ്ബേ, എൻ്റെ കൈകളെ ഞാൻ നല്ലത് പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചു റബ്ബേ, നീ നൽകിയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ റബ്ബേ അൽഹംദുലില്ലാഹ് ഞാൻ പറഞ്ഞുകൊണ്ടാണ് റബ്ബേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ എൻ്റെ ഉറക്കം റബ്ബേ ഞാൻ വുളു എടുത്ത് ദുആ ചെയ്തിട്ടാണ് റബ്ബേ ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ റബ്ബേ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞിട്ടാണ് എഴുന്നേറ്റുള്ളത്. അങ്ങനെ നമുക്ക് എല്ലാത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള ഓരോ നിഅമത്ത് നമ്മുടെ കൈ കൊണ്ട് നമ്മൾ കൈ ഇളക്കുമ്പോൾ വരെ അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഈ കൈകൾ ഇളക്കാൻ പറ്റുന്നത്. നോട്ട്സ് എഴുതുമ്പോൾ അൽഹംദുലില്ലാഹ് എനിക്കൊരു ബുക്ക് തന്നിട്ടുണ്ട്, ഒരു പെന്ന് തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ നിഅമത്താണ്. എനിക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി തന്നിട്ടുണ്ട്. എനിക്ക് മൊബൈൽ നൽകിയിട്ടുണ്ട്, എനിക്ക് ലാപ്ടോപ്പ് നൽകിയിട്ടുണ്ട്, TV നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ സൗകര്യങ്ങളും ഏറ്റവും നല്ല സുഖത്തിൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും റബ്ബ് തൗഫീഖ് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് റബ്ബേ, ഇതൊക്കെ ഞാൻ എനിക്കിഷ്ടമുള്ള രീതിയിൽ തന്നെയാണ് ഉപയോഗിച്ചത് എന്ന് പറയാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഒരു ആയത്തുകൾ നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട. ഈ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, നമ്മളൊരു തണുത്ത വെള്ളം കുടിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം ഒരുമിച്ച് മറ്റുള്ളവരുടെ കൂടെ കഴിക്കുമ്പോൾ, നമ്മളെ സന്താനങ്ങളുടെ കൂടെ നമ്മൾ ഒരുമിച്ച് കളിക്കുമ്പോൾ, നമ്മൾ പഠിക്കുമ്പോൾ, നമ്മളൊരു AC റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, ഫാൻ തുറങ്ങുമ്പോൾ, തണുത്ത കാറ്റടിക്കുമ്പോൾ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നമ്മളെല്ലാവരും മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഒക്കെ അനുഭവിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബ് നൽകിയിട്ടുള്ള നിഅമത്ത് നാളെ ഞാൻ ഉത്തരം നൽകേണ്ടി വരും എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ثبتنا عند الموت بلا إله إلا الله. يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ. നിൻ്റെ നിഅമത്തുകളൊന്നും മനസ്സിലാക്കാതെ ജീവിച്ചിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ട് റബ്ബേ. അതെല്ലാം നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പാക്കി പുറത്തരണമേ റബ്ബേ. നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. ജഹീം ഞങ്ങൾക്ക് ഒറ്റ സെക്കൻഡ് പോലും കാണാത്ത രീതിയിൽ റബ്ബേ നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് സിറാത്ത് പാലത്തിലൂടെ നീ ഞങ്ങളെ കടത്തി വിടണമേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آخر دعوانا أن الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.